മലയാളത്തിൽ ഒരു ഒറ്റ അക്ഷരം ആ. ഈ ഒരു അക്ഷരം കൊണ്ട് നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ ഉപയോഗിക്കാം. നിങ്ങൾ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കേൾക്കണം. ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനുണ്ട്. ഉദാഹരണം, നിങ്ങളുടെ കാലെവിടെങ്കിലും തട്ടി വേദനിക്കുന്ന സമയത്ത് ആ കണ്ടോ, ഈ ഒരു ആ. ഇനി സിറ്റുവേഷൻ ഒന്ന് മാറുന്നു, നിന്റെ കൂട്ടുകാരൻ നീ കണ്ടായിരുന്നോ, ആ കണ്ടോ. സിറ്റുവേഷൻ ഒന്ന് മാറി, ഒറ്റ അക്ഷരം തന്നെ വേറെ സിറ്റുവേഷനിൽ നമുക്ക് ഉപയോഗിക്കാം. മലയാളി അതിന്റെ ഗുണമാണ്. ഇനി അടുത്ത സിറ്റുവേഷൻ, ഒരു പാട്ട് വരുന്ന സമയത്ത് ആ കണ്ടോ, ഒരു മനോഹരമായ പാട്ടിൽ ആന്ന് പറയുന്ന ഒരു അക്ഷരം കണ്ടോ, അത് മാറി, സിറ്റുവേഷൻ മാറിയപ്പോൾ. ഇനി അടുത്ത ഒരാളെ കള്ളത്തരം നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ ആ സിറ്റുവേഷൻ നമുക്ക് യാ ഉപയോഗിക്കാം. ആ കണ്ടോ. ഇനി അടുത്തതായിട്ട് നമുക്കൊരു സുഖം വരുന്ന സമയത്ത് ഈ ആ ഉപയോഗിക്കുന്ന നോക്കിക്കോണം. ഈ ഒറ്റ അക്ഷരം മലയാളി ആയതിന്റെ ഒരു ഗുണമേ കേട്ടോ. ആ ആ ആ ആ ആ ആ ഒറ്റ അക്ഷരം ഡിഫറെന്റ് ആയിട്ടുള്ള വികാരങ്ങൾ കണ്ടോ, ഒരു മലയാളി ആയതുകൊണ്ടുള്ള ഗുണം കണ്ടോ. ഇതിനകത്ത് ഈ 4 സിറ്റുവേഷനിൽ ഞാൻ ആ ഉപയോഗിച്ചല്ലോ. ഇതിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ ഏതായ ഉപയോഗിക്കുന്നുള്ളത് അവരെ ഒന്ന് മെൻഷൻ ചെയ്തിട്ട് നിങ്ങളൊന്ന് പറയണേ. മാത്രമല്ല മാക്സിമം നിങ്ങൾ എല്ലാ സുഹൃത്തുക്കളും ഷെയർ ചെയ്ത് കൊടുക്കുക.